कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ നമ്മള് കൃഷ്ണാവതാരം കണ്ടു. അതിനുശേഷം ശ്രീകൃഷ്ണനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് തിരിക്കുന്ന വസുദേവര്. അതാണ് അവിടെ ആ സമയത്ത് നന്ദഗൃഹേ യോഗമായ അജനി, നന്ദഗൃഹത്തില് യോഗമായ ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗമായയുടെ പ്രാദുർഭാവത്തിനെയും കൃഷ്ണ ജന്മം അവിടെ എങ്ങനെ മഹോത്സവമായി കൊണ്ടാടി എന്നുള്ളതിനുമാണ് ഈ 39ാമത്തെ ദശകം. വസുദേവൻ ദേവകി പ്രസവിച്ചതായ കുഞ്ഞിനെ എടുത്തോണ്ട് അമ്പാടിയിലേക്ക് പോകുന്ന രംഗം, അതാണ് തുടക്കം. ഇതിലെ വൃത്തം പൃഥ്വി എന്ന വൃത്തം. പൃഥ്വി എന്നാണ് വൃത്തത്തിന്റെ പേര്. ജസയല വസുഗ്രഹ യതിശ്ച പൃഥ്വി ഗുരുഹു എന്നാണ്. ജഗണം ഉണ്ടാകണം, പിന്നെ സഗണം, പിന്നെ ജഗണം, പിന്നെ സഗണം, പിന്നെ യഗണം, അതിനുശേഷം ലഘുവും ഗുരുവും. അങ്ങനെ ടോട്ടലി 17 അക്ഷരങ്ങൾ ഉള്ളതാണ് ദദർശഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗഘൈവ ദക്ഷണാദ് പ്രപദമേ യദാ മായയൗ ഭവന്തം അയം ഉദ്വഹൻ യദുകുലോദ്വഹഃ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയഃ സഹ പുനഃ ഐന്ദ്രജാലോദിതഃ ജലൗഘഃ ഇവ തക്ഷണാത് പ്രപദമേയതാം ആയയൗ. ഇതൊക്കെയാണ് പദങ്ങള്. എന്താണ് പറയുന്നത് നോക്കൂ. ഭവന്തം അയം ഉദ്വഹൻ എന്ന് പറഞ്ഞു. അയം അയം വസുദേവ. ഈ വസുദേവൻ ഭവന്തം, ഹേ ഗുരുവായൂരപ്പ, ഭവന്തം അങ്ങയെ, ഉദ്വഹൻ എടുത്തുകൊണ്ട്, ഉദ്വഹൻ കയ്യിൽ എങ്ങനെ പറഞ്ഞു? അംബോരുഹസ്ത കളഹംസ കിശോര രമ്യം എന്നാ പറഞ്ഞത് ഇന്നലെ. താമരയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അരയുന്ന കുട്ടിയെ പോലെ എടുത്തു എന്നാണ്. അങ്ങനെയുള്ള കുഞ്ഞിനെ ഉദ്വഹന് എടുത്തുകൊണ്ട് എന്തു ചെയ്തു? നിസ്സരന് പുറത്തേക്ക് പുറപ്പെടുകയാണ് ഗോകുലത്തിലേക്ക്. ആരാണ് അത് ചെയ്തത്? യദുകുലോദ്വഹ. യദുകുലോദ്വഹൻ, യദുകുലശ്രേഷ്ഠനായിട്ടുള്ള ആ വസുദേവര് അങ്ങയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പുറപ്പെട്ടപ്പോൾ, എപ്പോഴാണോ അദ്ദേഹം പുറത്തു പോയത് ആ സമയത്ത് ദദർശ കണ്ടു. എന്തിനെയാണ് കണ്ടത്? ഗഗനോജ്ജല ജലഭരാം കളിന്ദാത്മജ. കളിന്ദാത്മജ എന്ന് പറഞ്ഞാൽ യമുന എന്നർത്ഥം. കളിന്ദന്റെ പുത്രി എന്നാണ്. കളിന്ദൻ എന്നുള്ളതിന് സൂര്യൻ എന്നൊരർത്ഥം, കളിന്ദ പർവ്വതം എന്നൊരർത്ഥം. കളിന്ദ പർവ്വതത്തിൽ നിന്നും ഒഴുകുന്നത് എന്ന് ശാസ്ത്രം. അതേ സമയത്ത് കളിന്ദൻ സൂര്യപുത്രി എന്ന് പുരാണം. ഏതായാലും സൂര്യപുത്രിയായ കളിന്ദാത്മജാം, ആ കളിന്ദന്റെ പുത്രിയെ, ആ പുത്രി എന്ത് ചെയ്തു? ആ യമുന എങ്ങനെയായിരുന്നു? ഗഗനോജ്ജല ജലഭരാം, ആകാശം വരെ മുട്ടുന്ന തരത്തില് വെള്ളം അങ്ങോട്ട് പൊന്തി വരിക, നല്ല വെള്ളം. അങ്ങനെ കാളിന്തി നദിയില് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴ് അഹോ എന്ന് പറയണം, ആശ്ചര്യം. എന്താണ് ആശ്ചര്യം ഉണ്ടായത്?
സലില സഞ്ചയ സഹ. ആ വെള്ളത്തിന്റെ സഞ്ചയമുണ്ടല്ലോ, വെള്ളത്തിന്റെ പെരുക്ക്, ആ വെള്ളപ്പെരുക്ക് പുനഃ വീണ്ടും ഐന്ദ്രജാലോദിത ജലൗഖ ഇവ. ഇന്ദ്രജാലത്തിൽ കാണിച്ച പെരുക്ക് എന്ന പോലെ. ഇന്ദ്രജാലത്തിൽ കാണിച്ചത് മായാജാലം കാണിച്ചാല് ഒരു നിമിഷം എല്ലാവരെയും ഒന്ന് അമ്പരിപ്പിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ അത് സാധാരണ മട്ടിലാവും. അതുപോലെ ഐന്ദ്രജാലോദിത ഇവ, ഇന്ദ്രജാലത്തിൽ കാണിച്ചതുപോലെയുള്ള വെള്ളപ്പെരുക്കാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആ വെള്ളപ്പെരുക്ക് എന്തായി? തക്ഷണാത്, ഒരു നിമിഷത്തില് പ്രപദമേയതാം, ആ വസുദേവരുടെ പ്രപദം ച കാലടി, പ്രപദമേയതാം കാലടി അളവിൽ മാത്രമായിട്ട് ആയയോ ആയിച്ചേർന്നു. അതുവരെ പൊന്തി നിന്നിരുന്ന ജലം പെട്ടെന്ന് ഇന്ദ്രജാലത്തിൽ പൊങ്ങിയ ജലം എങ്ങനെ താഴ്ന്നു പോകുമോ അതുപോലെ പെട്ടെന്ന് ഈ വസുദേവരുടെ കാലടിയുടെ അളവിലേക്കായി മാറി. പ്രപദമേയതാം ആയയോ, നടന്നു പോകാം. ആർക്ക്? വസുദേവർക്ക്. ആ നാട്ടില് വെള്ളം താഴ്ന്നു വന്നു എന്ന്. ഇതാണ് അഹോ എന്ന് പറഞ്ഞ് ആശ്ചര്യമായിട്ട് അത്ഭുതമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മളെ ഭാഗവതത്തിൽ എങ്ങനെയാണ് ശ്ലോകം? മഘോ നിവർഷത്യസകൃദ്യമാനുജ ഗംഭീരതോയോഘജവോർമിഭേനില ഭയാനകാവർത്തശതാകുലാ നദി മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപ്പദേഹേ. കഴിഞ്ഞ ജന്മത്തില്, അതായത് കഴിഞ്ഞ അവതാരത്തില്, ത്രേതായുഗത്തിലെ രാമാവതാരത്തില് സിന്ധു സമുദ്രം, നമ്മളെ ശ്രീരാമ അവതാരം വായിച്ചു ഭഗവാന് സമുദ്രം വഴിമാറിക്കൊടുത്തില്ല. അപ്പോഴാണ് ആഗ്നേയാസ്ത്രം എടുത്ത് ഇപ്പൊ ഞാൻ വറ്റിക്കുന്നു പറഞ്ഞപ്പോ വഴിമാറിക്കൊടുത്തില്ലേ. അന്ന് എപ്രകാരമാണോ ലക്ഷ്മി ഗണവാനായ ആ ശ്രീരാമഭദ്രന് വഴിമാറിക്കൊടുത്തത്, അതുപോലെ ഇപ്പൊ വരുന്നത് കണ്ടപ്പോഴേ വഴിമാറിക്കൊടുത്തു കളിന്തജ എന്ന്. യമുന വേഗം തന്നെ വഴിമാറിക്കൊടുത്തു. ആ യമുന നിസ്സാരക്കാരിയായിട്ടല്ല ഇരുന്നത്. എന്താ കാരണം? അഘോനി വർഷതി അസകൃത് യമാനുജ ഗംഭീരതോയോഗജൗർമിമാലിന. കേട്ടോ, തുടർച്ചയായിട്ട് മഴ പെയ്ത വെള്ളം അങ്ങനെ പൊങ്ങി നിൽക്കുന്ന യമുനയാണ്. അങ്ങനെയുള്ള യമുന മാർഗം ദദൗ, വഴിമാറിക്കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ വസുദേവർക്ക് കാലടി മാത്രം വെക്കുന്ന വെള്ളമായി മാറി. സുഖമായിട്ട് നടന്നു പോകാം. ആ ലെവലിലേക്ക് ആക്കി കൊടുത്തു. ആ യമപുത്രി യമാനുജ സൂര്യപുത്രി, യമന്റെ സഹോദരി എന്ന് പറയാണ്. സൂര്യപുത്രിയായ കളിന്താത്മജയായ യമുന എപ്പോഴാണോ യദുകുലശ്രേഷ്ഠനായ വസുദേവൻ താങ്കളെയും കൊണ്ടല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെയും വഹിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്, അപ്പോൾ ആകാശം വരെ പെരുത്ത വെള്ളമുള്ളതായ ആ യമുനാജലം ഇന്ദ്രജാലത്തിൽ എന്നതുപോലെ പെട്ടെന്ന് മറഞ്ഞ് കാലടി അളവിനായി പരിണമിച്ചു എന്നർത്ഥം. അതായത് അഹോ എന്ന് അത്ഭുതമായിട്ട് പറയാം. പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് താഴുക, അതൊക്കെ ഇന്ദ്രജാലം പോലെയല്ലേ തോന്നുള്ളൂ, മായാജാലം പോലെ. മായാവിയുടെ മാന്ത്രിക വിദ്യയെ പോലെ ആയിരുന്നു എന്നർത്ഥം. മാന്ത്രിക വിദ്യയെ പോലെ പെട്ടെന്ന് ആ ജലം താഴ്ന്നു എന്ന്. അയം യദുകുലോദ്വഹ ഭവന്തം ഉദ്വഹൻ നിസ്സരൻ കളിന്ദാത്മജാം ഗഗനോച്ചല ജലഭരാം ദദർശ സഹ സലില സഞ്ജയ പുനഃ ഐന്ദ്രജാലോദിതഃ ജലൗഖഃ ഇവ തക്ഷണാത് പ്രപദമേയയാം ആയയൗ. അഹോ വസുദേവൻ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയും എടുത്തുകൊണ്ട് ആ ഗോകുലത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് കാളിന്തിയില് വെള്ളം അങ്ങനെ പെരുക്കടിച്ചു നിൽക്കുകയായിരുന്നു മഴ കാരണം. ആ കാളിന്തി ജലം ഇന്ദ്രജാല വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ പെട്ടെന്ന് അങ്ങയുടെ കാലടിയിൽ മാത്രം ഒതുങ്ങുന്നതായി ഭവിച്ചു. ഇതാണ് അർത്ഥം. അയം
യദുകുലോദ്വഹ ഭവന്തം ഉദ്വഹൻ നിസ്സരൻ കളിന്ദാത്മജാം ഗഗനോച്ഛല ജലപരാം ദദർശ സഹ സലില സംശയഃ പുനഃ ഐന്ദ്രജാലോദിതഃ ജലൗഘഃ ഇവ തൽക്ഷണാത് പ്രപദമേയതാം ആയയൗ അഹോ. ഈ വസുദേവൻ ഗുരുവായൂരപ്പ അങ്ങയും എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുന്ന സമയത്ത് കാളിന്തിയിൽ വെള്ളം അങ്ങോട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ആ പെരുവെള്ളം മായാജാലം കണക്കെ, മാന്ത്രിക വിദ്യ കണക്കെ, മാന്ത്രിക വിദ്യയിൽ നിന്നുണ്ടായ വെള്ളപ്പൊക്കം എന്ന കണക്കെ പെട്ടെന്ന് കാലടി അളവിൽ മാത്രമായി പരിണമിച്ചു. അത്ഭുതം എന്ന് പറയാണ്. യശോദാതൽപ്പത്തിൽ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് തിരിച്ചു വന്നു എന്നാണ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വസുദേവൻ എത്തുന്നതിന് കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപാണ് നന്ദജയായിട്ട് ആ യോഗമായ ജനിച്ചിരുന്നത്. സമയമാണെങ്കിൽ അർദ്ധരാത്രിയാണല്ലോ. അർദ്ധരാത്രി സമയം. പ്രസവമൊക്കെ കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും സുഖനിദ്രയിൽ മുഴുകി. ജനിച്ച കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് വരെ ആരും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല വാതിലുകളും ആ വഴിയും ഒക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു സന്ദർഭമായിരുന്നു വസുദേവർക്ക്. അവിടേക്ക് എത്തിച്ചേർത്താനായിട്ട് ഒരു പ്രയാസവും ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വേഗം തന്നെ എവിടെയാണ് യശോദാഗ്രഹം എന്ന് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം നേരിയ ശബ്ദത്തിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അത്രേ. അപ്പൊ ഇതാണ് യശോദാഗ്രഹം എന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. വേഗം തന്നെ വസുദേവർ അവിടെ ചെന്ന് തന്റെ കയ്യിലുള്ളതായ ശിശുവിനെ യശോദാ തൽപ്പത്തിൽ കിടത്തി അവിടെയുള്ളതായ പെൺശിശുവിനെ കയ്യിലും എടുത്തുകൊണ്ട് നേരെ തന്റെ കാരാഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തി ദേവകിയുടെ അടുത്ത് വന്ന് കിടത്തി. ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിനെയാണ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുദാലികാം അപാവൃത കപാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗദഃ. ഒരിക്കൽ കൂടെ വായിക്കുമ്പോ തിരിച്ചു. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുദാലികാം അപാവൃത കപാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗദഃ. എന്താണ് സംഭവിച്ചത്? പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുദാലികാം അപാവൃത കപാടികാം പശുപവാടികാം ആവിശന് ഭവന്തം അയം അർപ്പയന് പ്രസവതത്പകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരം ആഗതഃ വേഗദഃ. ഇതാണ് പദങ്ങൾ. പ്രസുപ്ത പശുപാലിക, പശുപാലികമാർ മുഴുവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടന്നു. നിഭൃതമാരുദാലിക, പെൺകുഞ്ഞ് നിഭൃതമാരുദ, പതുക്കെ കരയാ, ചിണുങ്ങി കരയാ കുഞ്ഞ്. ആ കുട്ടി മാത്രം പതുക്കെ കരയുന്നു, വളരെ ശബ്ദം കുറച്ച് കരയാണ്. അപാവൃത കവാടിക എന്ന് പറഞ്ഞു. വാതിലുകളൊന്നും അടച്ചിട്ടുമില്ല, അപാവൃതമായിരുന്നു വാടികകളെല്ലാം. വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പശുപവാടിക, പശുപൻ ഗോപൻ നന്ദൻ, ആ പശുപവാടികം ഗോപകന്റെ ഗൃഹത്തിലേക്ക് ആവിശന് പ്രവേശിച്ചു. ആരെ? അയം വസുദേവ ആവിശന് പ്രവേശിക്കുന്നവനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ കയ്യില്
കൊണ്ടുവന്നിരിക്കുന്ന ഭവന്തം അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ പ്രസവ തൽപകെ അർപ്പയന് ആ പ്രസവ തൽപ്പത്തിൽ പ്രസവത്തിന്റെ മെത്തയില് കിടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? തത്പദാത് അവിടെ നിന്ന് കപടകന്യകാം മായാബാലികയെ വഹിക്കുന്നവനായിട്ട് വേഗതഃ വളരെ വേഗത്തിൽ സ്വപുരം ആഗതഃ സ്വന്തം പുരത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാം എളുപ്പ പദങ്ങളാണ്. എന്താണ്? ഗോപസ്ത്രീകളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് പ്രസുപ്ത പശുപാലികം. പശുപാലികമാരൊക്കെ ആ ഗോപസ്ത്രീകൾ മുഴുവൻ പ്രസുപ്തരായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ പിന്നെ എന്താണ്? നിഭൃതം ആരുദത് ബാലിക. ഇതൊക്കെ പശുപവാടികയുടെ വിശേഷങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ്? പശുപവാടികയിലാണ് പ്രവേശിച്ചത്, ഗോപന്റെ ഗൃഹത്തിലേക്ക്. ആ ഗോപഗൃഹം എങ്ങനെയുള്ളതായിരുന്നു? പ്രസുപ്ത പശുപാലികാം, ഉറങ്ങിക്കിടക്കുന്ന ഗോപസ്ത്രീകളോട് കൂടിയതായിരുന്നു ആ ഗൃഹം. മാത്രമല്ല നിഭൃതം ആരുദത് ബാലികാം, പതുക്കെ ചിണങ്ങി കരയുന്ന ഒരു കൊച്ചു കുട്ടിയോട് കൂടിയതായിരുന്നു ആ ഗൃഹം. അപാവൃത കവാടികാം, വാതിലുകളൊക്കെ അടയ്ക്കാത്തതായിരുന്നു ആ ഗൃഹം. അങ്ങനെയുള്ള പശുപവാടികാം ആവിശന്. അങ്ങനെയുള്ള പശുപന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, ഗോപന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, നന്ദഗോപ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ചവനായിട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോഴും അപൂർണക്രിയയാണ് പറഞ്ഞത്. ആ വിശൻ പ്രവേശിച്ചിട്ട് അയം ഈ വസുദേവര് ഭവന്തം അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ പ്രസവ തൽപകെ അർപ്പയന് ആ പ്രസവമെത്തയിൽ അങ്ങോട്ട് കിടത്തി, പ്രസൂതി ശയനത്തിൽ കിടത്തി. അത് കഴിഞ്ഞു തത്പദാത് അവിടെ നിന്ന് കപടകന്യകാം വഹന് മായാകന്യകയായിട്ടുള്ള ആ മായാദേവിയെ വഹന് എടുത്തുകൊണ്ട് വേഗത്തിൽ സ്വപുരം ആഗതഃ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ആഗതഃ എന്നാണ് ക്രിയയല്ലത്. കൃതപ്രത്യയം പറഞ്ഞു വന്നു എന്നുള്ള ആഗതഃ. എങ്ങനെയാ വന്നത്? വേഗതഃ സ്വപുരമാഗതഃ. വളരെ വേഗത്തിലാണ് തന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നത്. എന്ത് ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? കപടകന്യകാം വഹന്, കപടകന്യകയും എടുത്തുകൊണ്ടാണ് വന്നത്. ആ മായാബാലികയെ കയ്യിലെടുത്തുകൊണ്ടാണ് വന്നത്. തത്പദാത് ആ പദത്തിൽ നിന്ന്. അപ്പൊ എന്താ പകരം എന്തെങ്കിലും ചെയ്തു വെച്ചു? അർപ്പയെന്ന് അർപ്പിച്ചുട്ടാ. എന്തിലർപ്പിച്ചു? പ്രസവ തൽപകേ ആ പ്രസവ മെത്തയിൽ കിടത്തി. ആരെ കിടത്തി? ഭവന്തം ഗുരുവായൂരപ്പ അങ്ങനെയാണ് കിടത്തിയത്. എങ്ങനെ? ആവിശന് പ്രവേശിച്ചിട്ട്. പ്രവേശിക്കാൻ അത്ര എളുപ്പമായിരുന്നോ? പശുപവാടികാം ആവിശൻ ആ ഗോപന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചത്. ആ ഗോപന്റെ വീടിന്റെ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് പ്രസുപ്ത പശുപാലികാം അല്ലേ, അതുപോലെ നിഭൃതം ആരുദത് ബാലികാം അപാവൃത കപാടികാം പശുപവാടികാം എന്നാ പറഞ്ഞത്. പശുപവാടിക എങ്ങനെയുള്ളതായിരുന്നു? പ്രസുപ്ത പശുപാലികയായിരുന്നു. എല്ലാ ഗോപസ്ത്രീകളും കിടന്നുറങ്ങുക. നിഭൃതം ആരുദത് ബാലികാം പതുക്കെ ചിനുങ്ങി കരയുന്ന ഒരു പെൺകുഞ്ഞുണ്ട്. പിന്നെങ്ങനെയാണ്? അപാവൃത കവാടികാം വാതിലുകളൊക്കെ തുറന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള പശുപവാടികാം അങ്ങനെയുള്ളതായ ആ പശുപഗ്രഹത്തിലേക്ക് ആ വിശന് പ്രവേശിച്ചുകൊണ്ട് അയം വസുദേവ ഈ വസുദേവൻ എന്ത് ചെയ്തു? ഭവന്തം അങ്ങയെ പ്രസവ തൽപകെ അർപ്പയന് ആ പ്രസവമെത്തിയിൽ കിടത്തിയിട്ട് തത്പദാത് അവിടെ നിന്ന് കപടകന്യകയെ വഹന് വഹിച്ചുകൊണ്ട് വേഗതഃ സ്വപുരം ആഗതഃ വേഗത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. എന്തൊക്കെയാണ്? പ്രസുപ്ത പശുപാലികാം, നിഭൃതം ആരുദത് ബാലികാം, അപാവൃത കവാടികാം, പശുപവാടികാം, ആവിശന് അയം ഭവന്തം പ്രസവ തൽപകെ അർപ്പയന് തത്പദാത് കപടകന്യകാം വഹന് വേഗതഃ സ്വപുരം ആഗതഃ. കന്യകയെ കൊണ്ട് കിടത്തിയ ഉടനെ തന്നെ ആ കുട്ടി നിഭൃതമല്ല പിന്നെ കരഞ്ഞത്, ഉറക്കെ കരഞ്ഞു. കരഞ്ഞതോടുകൂടി ഭൃത്യന്മാരൊക്കെ ഞെട്ടി ഉണർന്നു. വേഗം ഓടിച്ചെന്ന് ഭോജരാജാവായ കംസന്റെ അടുത്ത് വിവരം അറിയിച്ചു.
വിവരം അറിയിച്ച ഉടനെ തന്നെ കംസനാകെ കാലിടറിക്കൊണ്ട് പരിഭ്രമത്തിൽ തലമുടി പോലും കെട്ടാതെ ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്നു നോക്കിയപ്പോഴോ തന്റെ സഹോദരി മാറത്തടക്കി പിടിച്ചിരിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ. 8ാമത്തെ കുഞ്ഞ് തന്നെ കൊല്ലുമെന്നായിരുന്നു അശരീരി. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു പെൺകുഞ്ഞാണ്. അതുകൊണ്ട് ആ കംസന് അത് കണ്ടിട്ട് ഒരു സന്തോഷമോ അല്ലെങ്കിൽ തന്നെ കൊല്ലാമെന്ന കുട്ടിയെ കൊല്ലാൻ പറ്റും എന്നുള്ള സന്തോഷം വരണ്ടേ? അതൊന്നും തന്നെ ഉണ്ടായില്ല എന്ന്. അതാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കംസന്റെ വരവ്, എന്തുകൊണ്ട് വന്നു എന്നല്ലൊക്കെ പറയാം. തദസ്തദനുജാരവ ക്ഷപിത നിദ്രവേഗദ്രവദ്ബടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരസ്ത്വരിതമാപദൻ ഗോചരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തദസ്തദനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ്ബടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരസ്ത്വരിതമാപദൻ ഗോചരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തദഹ ത്വദനുജാരവ ക്ഷപിത നിദ്രവേഗദ്രവദ്ബടോത്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപദൻ ഭോജരാട് അതുഷ്ടഃ ഇവ ഭഗിനിക ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തദഹ അതിനുശേഷം ഹേ ഗുരുവായൂരപ്പ ത്വദനുജാരവ ത്വദനുജ അങ്ങയുടെ അനുജയായ ആ മായാദേവിയുടെ രവം കരച്ചില് ശബ്ദം അതിനെ ക്ഷപിതം ആ കരച്ചില് കേട്ട് ക്ഷപിത നിദ്രമാണ് ഉറക്കം പോയവരായ ദ്രവത് ഓടുന്ന ബടോത്കര നിവേദിത ബടശ്രേഷ്ഠന്മാരാൽ അറിയിക്കപ്പെട്ട പ്രസവ വാർത്തയാ ദേവകിയുടെ പ്രസവ വാർത്തയാണ് ഈ ഭൃത്യന്മാർ ഓടിച്ചെന്ന് കംസനോട് പറഞ്ഞത്. ഉടനെ തന്നെ എങ്ങനെയാ വന്നത്? ആർത്തിമാൻ ആർത്തിയായിട്ടാ വന്നത്. പരിഭ്രമിച്ച് പേടിച്ച് വീഴ്ചനായിട്ടാ ഓടി വന്നത്. ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെ വിമുക്തമായി ചിഗുരോത്കരത്തെ കെട്ടാതെ തലമുടി അഴിച്ചിട്ടുകൊണ്ട് തന്നെ വേഗത്തിൽ ആപദൻ ഭോജരാജ് പാഞ്ഞു വന്നതായ ഭോജരാജാവുണ്ടല്ലോ അതുഷ്ടൈവ സന്തോഷമില്ലാത്തവനെ പോലെ ഭഗിനികാകരേ ഭഗിനികയുടെ കരത്തിൽ ഭഗിനികാകരേ സഹോദരിയുടെ കയ്യിൽ കന്യകാം ഒരു പെൺകുഞ്ഞിനെ ദൃഷ്ടവാൻ കണ്ടു. അവിടെ ആ ദൃഷ്ടവാൻ മാത്രമേ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണ്ടു, ബാക്കിയൊക്കെ അതേപോലെ പറയാം അന്നെ. അതായത് ഗുരുവായൂരപ്പ അതിനുശേഷം അങ്ങയുടെ അനുജത്തിയുടെ കരച്ചില് കേട്ട് ഉറക്കമുണർന്ന ഭൃത്യന്മാരാൽ പ്രസവ വാർത്ത അറിയിക്കപ്പെട്ട പരിഭ്രമം കൊണ്ടതായ കംസൻ തലമുടി പോലും കെട്ടാതെ ആകെ ഓടി വന്ന് സന്തോഷിച്ചില്ലാത്രേ. കാരണം സഹോദരിയായുടെ ദേവകിയുടെ കയ്യിൽ പെൺകുഞ്ഞിനെയാണ് കണ്ടത്. ഇതാണ് പറയുന്നത്. തദഹ ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ്ബടോത്കര നിവേദിത പ്രസവ വാർത്തയാ. ഒരൊറ്റ വാക്കാണ് കേട്ടോ. അതിൽ നമുക്കർത്ഥം മനസ്സിലാക്കാനായിട്ട് ത്വദനുജാരവം നിന്റെ സഹോദരിയുടെ അനുജത്തിയുടെ കരച്ചില്, അതുകൊണ്ട് ക്ഷപിത നിദ്രം ഉറക്കം പോയതായ ഉറക്കം ഉണർന്നവരായ വേഗദ്രവത് വേഗത്തിൽ ഓടുന്ന ബടോത്കര നിവേദിത ഭടന്മാരാൽ അറിയിക്കപ്പെട്ട പ്രസവ വാർത്തയാ ദേവകിയുടെ പ്രസവ വാർത്തയാൽ ആർത്തിമാൻ പരിഭ്രമം പൂണ്ടവനായിട്ട് വിമുക്ത ചിഗുരോത്കരഃ തലമുടി അഴിച്ചിട്ടവനായി തന്നെ ത്വരിതമാപദൻ വേഗത്തിൽ വന്നു ചേർന്നതായ ഭോജരാട് ഭോജരാജാവ് അതുഷ്ടഃ ഇവ സന്തോഷം ഇല്ലാത്തവനെ പോലെ
ഭഗിനികാകരേ സഹോദരിയുടെ കയ്യിൽ കന്യകാം ദൃഷ്ടവാൻ കന്യകയെ കണ്ടു. തദഹ ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ്ബഡോത്കര നിവേദിത പ്രസവാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതം ആപതന് ബോധരാട് അതുഷ്ടഃ ഇവ ഭഗിനികാകരേ കന്യകാം ദൃഷ്ടവാൻ. തദസ്ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ്ബഡോത്കര നിവേദിത പ്രസവവാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരഃ ത്വരിതമാപതൻ ബോധരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. വന്ന ഉടനെ കന്യകയാണ് കണ്ടത്. ദൃഷ്ടവാൻ എന്ന് കഥാവത് പ്രത്യയം പ്രയോഗിച്ചു. ക്രിയയല്ല. ദൃഷ്ടവാൻ, ദൃഷ്ടവന്തോ, ദൃഷ്ടവന്തഃ എന്ന് ശബ്ദമാണ്. കണ്ടു എന്ന അർത്ഥത്തിൽ. അതുപോലെ എങ്ങനെയാണ് ആർത്തിമാൻ എന്ന് മധുപ്പ് പ്രത്യയം വെച്ചു. ആർത്തിമാൻ, ആർത്തിയുള്ളവനായിട്ട്, ദുഃഖമുള്ളവനായിട്ട്, പരിഭ്രമം കൊണ്ടവനായിട്ടാണ് ഓടി വന്നത്. ഇനി രാഡ്, രാജവു, രാജഹ എന്നൊരു പദമുണ്ട്. അതുകൊണ്ട് ഇവിടെ ബോധരാട്, ബോധരാജാവ് എന്നർത്ഥം. സാധാരണ രാജൻ ശബ്ദം നകാരാന്തമാണ്. ഇവിടെ ജകാരാന്തമായ രാജൻ ശബ്ദം. രാഡ്, രാജവു, രാജഹ. സമ്രാട്ട് എന്ന് പറയാറില്ലേ നമ്മള്, അതേപോലെ ബോധരാട് എന്ന് പറഞ്ഞു. വിരാട്, വിരാട് പുരുഷനെ വിരാട് എന്ന് പറയുന്നത് പോലെ. ഏതായാലും അങ്ങനെയായി. ഇനി വലിച്ചെടുത്തു. എടുത്തു വെച്ച സമയത്ത് പാറയിൽ അടിക്കാൻ പോയപ്പോഴാണ് കുട്ടിക എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞ പാറയിൽ അടിക്കാൻ പുറപ്പെട്ടു എന്നാണ്. അതുവരെയുള്ളത് ഇത് പറഞ്ഞു നോക്കിക്കോളൂ. ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേദ് അസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാമജാം ഉപലപട്ടകേ പിഷ്ടവാൻ. ധ്രുവം, തീർച്ചയായിട്ടും ധ്രുവം, കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേദ് അസൗ ഇതി കിശോരികാം ഭഗ്നികാകരാലിംഗിതാം ദ്വിപഃ നളിനികാന്തരാത് ഇവ മൃണാളികാം ആക്ഷിപന് അയം ത്വദനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. ഇതൊക്കെയാണ് പദങ്ങള്. എന്താണ്? അജാം ത്വദനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. പിഷ്ടവാൻ ഇവിടെയും കൃതപദ എന്നുള്ള പ്രയോഗമേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് ക്രിയ ഉപയോഗിച്ചില്ല. ശബ്ദരൂപം തന്നെ ക്രിയ ആയിട്ട് ഉപയോഗിച്ചു. പിഷ്ടവാൻ, ആഞ്ഞടിച്ചു എന്നാ പറഞ്ഞു. എവിടെ ആഞ്ഞടിച്ചത്? ഉപലപട്ടകേ, പാറപ്പുറത്ത്. ഉപലത്തിന്റെ പട്ടകത്ത്, പാറയുടെ പുറത്ത്, കല്ലിന്റെ പുറത്ത് ആഞ്ഞടിച്ചു. ആരെ? അജാം ത്വദനുജാം. അജയാണവൾ. അജാ, അജയെ. അജയ ആരാണ്? ജനന മരണമില്ലാത്തവളായ ത്വദനുജാം, അങ്ങയുടെ അനുജയെ. അജ എന്നുള്ളതിന് മായാന്നും അർത്ഥമുണ്ട്. മായയായ അങ്ങയുടെ അനുജയെ ഉപലപിട്ടകെ പിഷ്ടവ, പാറപ്പുറത്ത് അടിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്താണ്? എങ്ങനെയാണ് എന്ന് പറയാണ്. അസൗ, ഇത് ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാഭവേത്. അസൗ നമ്മുടെ സ്ത്രീലിംഗത്തിലെടുത്തു. ഇത് മായയാണ്. ആരുടെ മായ? മധുഹരസ്യ, മധുവിനെ കൊന്നവനായ ആ മഹാവിഷ്ണുവിന്റെ, കപടശാലിയായ മഹാവിഷ്ണുവിന്റെ മായാഭവേത്, മായയായിരിക്കും ധ്രുവം, തീർച്ച. അതാണ് മനസ്സിൽ കരുതിയത്. കാരണം പറഞ്ഞിട്ടുണ്ട്, മായാവീസ സുരപ്രാർത്ഥനാത്, ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഭവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓർമ്മയുണ്ട് മനസ്സില്. അപ്പൊ വിചാരിച്ചു, അസൗ, ഇത് ധ്രുവം കപടശാലിനഃ, മായാവിയായിട്ടുള്ള കപട സ്വഭാവമുള്ള മഹാവിഷ്ണുവിന്റെ മായ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു കംസൻ. എന്നിട്ട് എന്ത് ചെയ്തു? കിശോരികാം ഭഗ്നികാകരാലിംഗിതാം,
എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ ഈ കംസൻ ഭഗിനികാകര ആലിംഗിതം, സഹോദരി തന്റെ കൈകളിൽ ആലിംഗനത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കിശോരികാം, ആ പെൺ പൈതലിനെ, പെൺകുഞ്ഞിനെ ഏതുപോലെ ഉദാഹരണം പറയാണ്. ദ്വിപഹ, ദ്വിപൻ എന്ന് പറഞ്ഞാൽ ആന. ആനയുടെ തുമ്പിക്കൈയില് 2 തുളകളുണ്ട്. ആ ദ്വാരങ്ങളാൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആനയ്ക്ക് ദ്വിപൻ എന്ന് പേര്. ദ്വാഭ്യാം പിബതി ഇതി ദ്വിപഹ. അങ്ങനെയാണ് ആനയ്ക്ക് ദ്വിപൻ എന്ന് പേരുണ്ടായത്. ആ ദ്വിപൻ ഉണ്ടല്ലോ, നളിനി കാന്തരാത്. നളിനി കാന്തരാന്ന് വെച്ചാൽ താമര പൊയ്ക, താമര നിറച്ചു നിൽക്കുന്ന സ്ഥലത്ത്. നളിനിക അന്തരാത് അർത്ഥം. നളിനികാന്തരാത്, താമര പൊയ്കയുടെ ഉള്ളിൽ നിന്ന്. നളിനികാന്തരാത്, നളിനികാന്തരാത്, നളിനികയുടെ ഉള്ളില്, ആ താമരപ്പൊയുടെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യും? മൃണാളിക, ഇളം താമരവളയത്തെ, താമരത്തണ്ടിനെ ഇവ എന്നതുപോലെ. താമരത്തണ്ടിനെ എടുക്കാൻ ഈ ആനയ്ക്ക് വല്ല പാടുണ്ടോ? എളുപ്പത്തിൽ എടുക്കില്ലേ? അതേപോലെ ഈസി മെത്തേഡില് എന്നർത്ഥം. ഇവ ആക്ഷിപന് എന്ന് ആ സഹോദരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞിനെ ആക്ഷിപന് വലിച്ചു പറിച്ചു. വലിച്ചു പറിച്ചിട്ട് എന്ത് ചെയ്തു? അജാം ത്വദനുജാം, മായയായ അല്ലെങ്കിൽ ജനന മരണം ഇല്ലാത്തവളായ അങ്ങയുടെ അനുജയെ ഹേ ഗുരുവായൂരപ്പ ഉപലപട്ടകേ പിഷ്ടവാൻ, പാറപ്പുറത്തിലേക്ക് അടി കൊടുത്തു. അടി വീണോ വീടില്ലയോ എന്നുള്ളതല്ല, പാറപ്പുറത്തേക്ക് അടിക്കാൻ റെഡിയായി നിന്നു. അസൗ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേദ് ഇതി അയം ഭഗ്നികാകരാലിംഗിതാം കിശോരികാം ദ്വിപഹ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപന് അജാം ത്വദനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. ഇത് തീർച്ചയായും മായാവിയായ മഹാവിഷ്ണുവിന്റെ മായാപ്രയോഗമായിരിക്കും എന്ന് വിചാരിച്ച കംസൻ സഹോദരി തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിരുന്നതായ ആ പെൺകുഞ്ഞിനെ ആന താമരപ്പൊയ്കയിൽ നിന്നും ഇളം താമരത്തണ്ടിനെ വലിച്ചെടുക്കുന്ന മാതിരി തട്ടിപ്പറിച്ച് ആ കല്ലിൽ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. ഇതാണ് അസൗ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് ഇതി അയം ഭഗ്നികാകരാലിംഗിതാം കിശോരികാം ദ്വിപഹ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപന് അജാം ത്വദനുജാം ഉപലപട്ടകേ പിഷ്ടവാൻ. പിന്നെ അജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധം അഹോ ഗദാ കില വിഹായസ ദിദ്യുദേ. വിഹായസ കില ഗദാ ദിദ്യുദേ എന്നാണ് പറഞ്ഞത്. ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്ന് ശോഭിച്ചു. ഹാ, ആശ്ചര്യം. എന്തൊക്കെയാണ്? തദഹ, അപ്പോൾ, എപ്പോൾ? ഉപലപഷ്ടകേ പിഷ്ടവാൻ, ആ കല്ലിൽ അങ്ങോട്ട് ആഞ്ഞടിക്കാൻ പുറപ്പെട്ടില്ലേ, അപ്പോൾ ഭവതുപാസക, അങ്ങയുടെ ഉപാസകനായ ഭക്തൻ. നമുക്കിവിടെ ഭാഗവതത്തിൽ അജാമളനെ കാണിച്ചു തന്നിട്ടുണ്ട്, ശിവപുരാണത്തിലൊക്കെ മാർക്കണ്ഡേയനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ഭവതുപാസക, അങ്ങയുടെ ഭക്തൻ, ഷഡിതി, പെട്ടെന്ന്, മൃത്യുപാശാത് ഇവ, മൃത്യുപാശത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമോ അതുപോലെ സാ, അവൾ, ഈ അന്തകനെ പോലുള്ള കംസന്റെ കയ്യിൽ നിന്നും പ്രമുച്യ, മുക്തയായിട്ട്, തെറിച്ചിട്ട്, തരസായേവ, ഉടനെ തന്നെ, സമധിരൂഢ രൂപാന്തര, രൂപം മാറി. കൊച്ചു കുഞ്ഞൊന്നല്ല, വലിയൊരു ദേവീ സ്വരൂപമായിട്ട് മാറി. അങ്ങനെ അധസ്ഥലം അജഗ്മുഷി, പിന്നെ അധസ്ഥലത്തിലേക്ക് വന്നില്ല. അധസ്ഥലം കീഴ്പോട്ടേക്ക്, ആകാശത്തേക്കാണ് ഉയർന്നത്. ആ പോയവൾ അവിടെ തന്നെ നിന്നു, താഴത്തേക്ക് തിരിച്ചു വന്നില്ല. അധസ്ഥലം അജഗ്മുഷി,
താഴത്തേക്ക് തിരിച്ചു വരാത്തതായ അവൾ എന്ത് ചെയ്തു? വികസത് അഷ്ടമാഹുസ്ഫുരൻ മഹായുധം. പ്രത്യക്ഷപ്പെട്ട 8 കൈകളും അതിലെ 8 ആയുധങ്ങളോടും കൂടിയവളായി ചേർന്ന് വിഹായസ കിലാഗത ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോയിട്ട് ദ്യുദ്യുദേ ശോഭിച്ചു. അഹോ ആശ്ചര്യം. എന്തായി? ദേവി എങ്ങനെയാണോ അങ്ങയുടെ ഭക്തന്മാർ വൃത്തിപാശത്തിൽ നിന്നും രക്ഷപ്പെടുക, പെട്ടെന്നാണ് വൃത്തിപാശത്തിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെ? അതെപ്പോഴാന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് അറ്റുപോകും. അതുപോലെ ഇവൾ ആ ദുഷ്ടനായ കംസന്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. തെറിച്ചുപോയി എന്ന് മാത്രമല്ല, മുകളിലേക്ക് കയറുന്തോറും രൂപവും മാറി. ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കിക്കുക കംസൻ. കയറി കയറി പോകുമ്പോ രൂപം മാറി മാറി വന്നു. അപ്പോഴാണ് 8 കൈകളിൽ 8 ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ആകാശത്തിൽ ഉയർന്നുയർന്ന് ശോഭിച്ചു നിന്നു എന്ന്. അതാണ് പറയുന്നത്. എന്തൊക്കെയാണ്? തദഹ ഭവതുപാസകഃ ജഡിതി മൃത്യുപാശാത് ഇവ സാ പ്രമുച്യ തരസായവ സമധിരൂഢ രൂപാന്തര അധസ്ഥലം അജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധം വിഹായസാ കില ഗദാ ദ്യുദ്യുദേ അഹോ. അപ്പോൾ ഭഗവത് ഭക്തൻ എപ്രകാരം അന്തകന്റെ പാശത്തിൽ നിന്നും രക്ഷപ്പെടുമോ, അതുപോലെ ആ കന്യക കംസന്റെ കയ്യിൽ നിന്നും തെറിച്ച് ഉടനെ തന്നെ രൂപം വേറെ പ്രാപിച്ചവളായി താഴോട്ടു വരാതെ പ്രത്യക്ഷപ്പെട്ട 8 കൈകളിൽ 8 ദിവ്യായുധങ്ങളെയും വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നുയർന്നു പൊങ്ങി ശോഭിച്ചു. ആശ്ചര്യം എന്ന് പറയാം. തദഹ ഭവതുപാസകഃ ജഡിതി മൃത്യുപാശാത് ഇവ സാ പ്രമുച്യ സമധിരൂഢ രൂപാന്തര അധസ്ഥലം അജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധം വിഹായസ കിലാഗത ദിദ്യുദേ അഹോ. ഇനി അടുത്തത് പറയാണ് കംസനോട്. അവിടെ നിന്നുകൊണ്ട് കംസഗണപണായിത ഭുവീച്ച മന്ദിരാണി ഏയുഷി, ഇതൊക്കെയാണ് പദങ്ങൾ. നൃശംസതര എന്നാണ് വിളിച്ചത്. ദുഷ്ട, നൃശംസതര, മഹാദുഷ്ടനായ കംസ. തേ മയാ വിനിഷ്പിഷ്ടയാകിമു, എന്നെ കൊന്നിട്ട് നിനക്ക് എന്തു കാര്യം എന്ന. എന്നെ കൊന്നിട്ട് നിനക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല കേട്ടോ എന്നർത്ഥം. എന്താ കാരണം? ഭവദന്തകഃ ക്വചന ബഭുവ, നിന്നെ കൊല്ലാനുള്ളവൻ ജനിച്ചു കഴിഞ്ഞൊരിടത്ത്. നിന്നെ കൊല്ലാനുള്ളവൻ ജനിച്ചു. തേ ഹിതം ചിന്തിയണം, ഇപ്പോഴും വൈകിട്ടില്ല. ഹിതമായത് ചിന്തിച്ചു കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ തന്നെ നിനക്ക് ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച് രക്ഷപ്പെടാം എന്നാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ആ കുട്ടിയെ കൊല്ലാനുള്ള വഴി തെരഞ്ഞോളൂ എന്ന് അർത്ഥമാക്കാം. ഇങ്ങനെ വേണമെങ്കിൽ അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് അർത്ഥം എടുക്കാം. അതുകൊണ്ട് ദേവി പറഞ്ഞു ഹിതം ചിന്തിയത, നിനക്ക് ഹിതം എന്താണെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ ചിന്തിച്ചു കൊള്ളൂ എന്നാണ്. നിനക്ക് ആ കുട്ടിയെ കൊല്ലലാണ് ശരിയെന്ന് തോന്നിയാൽ അതിനുള്ള വഴി ആലോചിച്ചോ. അല്ലെങ്കിൽ ആ ഭഗവാനെ ശരണം പ്രാപിക്കലാണ് നല്ലതെങ്കിൽ അതിനുള്ള വഴി ആലോചിച്ചോ എന്ന് രണ്ടും ധ്വനിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. നിനക്ക് ഗുണമായതു നീ ചിന്തിച്ചു കൊള്ളുക. ഇതി വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം ത്വദനുജ, അങ്ങയുടെ സഹോദരി, തം ഖലം ഉദീര്യ, ആ ദുഷ്ടനോട് പറഞ്ഞിട്ട് ജഗ്മുഷി, പോകുന്നവളായി തീർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മരുദ്ഗണപണായിത, ആ ദേവിയെ ദേവഗണങ്ങളൊക്കെ വട്ടത്തിൽ നിന്ന് സ്തുതിച്ചു. അപ്പൊ മരുദ്ഗണപണായിത, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായി. പിന്നെ മാത്രമല്ല ഭുവി, ഭൂമിയില് മന്ദിരാണി ഏയുഷീച, പല ക്ഷേത്രങ്ങളിലും 108 ദുർഗാക്ഷേത്രങ്ങളിൽ പല നാമങ്ങളിൽ ദുർഗാദേവിയായിട്ട് കുടികൊണ്ടു എന്നർത്ഥം. 108 ദേവി അല്ലെ, ചണ്ഡീതി, ചാമുണ്ടീതി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗായിതി, ഭദ്രായിതി, ഭദ്രകാളീതി, അങ്ങനെ പല പേരുകളിലായിട്ട് ദേവി ഭൂമിയില്
108 നാമങ്ങളാൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ്. മഹാദുഷ്ടനായ കംസ, നീ എന്നെ കൊന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നിനക്ക് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിന്നെ തവാന്തകൻ ഭൂമിതലേ ജനിച്ചു. നിന്നെ കൊല്ലാനുള്ളവൻ ഭൂമി ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും ഹിതം ചിന്ത്യത, ഗുണമുള്ള കാര്യം ആലോചിക്കും എന്നൊക്കെ ഭഗവാനോട് പറഞ്ഞിട്ട് ആ ദേവി ദേവന്മാരാലും ദേവിമാരാലും സ്തുതിക്കപ്പെടുന്നവളായി പോയതായ ദേവി ഭൂമിയിലെ 108 ക്ഷേത്രങ്ങളിൽ പല നാമങ്ങളിൽ വിളങ്ങുകയും ചെയ്തു. ഇതാണ് അർത്ഥം. നൃശംസതര കംസ തേ മയാ വിനിഷ്പിഷ്ടയാ കിമു ഭവദന്തകഃ ക്വചന ബഭൂവ തേ ഹിതം ചിന്ത്യതാം ഇതി വിഭോ ത്വദനുജ തം ഖലം ഉദീര്യ ജഗ്മുഷി മരുദ്ഗണവനായിത ഭുവി മന്ദിരാണി ഏയുഷി ച. ഹേ നൃശംസതര കംസ തേ മയാ വിനിഷ്പഷ്ടയാ കിമു ഭവദന്തകഃ ക്വചന ബഭൂവ തേ ഹിതം ചിന്ത്യതാം ഇതി വിഭോ ത്വദനുജാതം ഖലം ഉദീര്യ ജഗ്മുഷി മരുദ്ഗണപനായിദാ ഭുവി മന്ദിരാണി ഏയുഷി ച. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, കംസന് എന്റെ മനസ്സിനും കുഴപ്പമായി, കീർത്തിക്കും കേടായി, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷെ അത് കേട്ട ക്രൂരന്മാരായ സഖാക്കള്, ഏയ് ഞങ്ങളുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ കൊല്ലാനുള്ളവൾ ജനിച്ചു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഈ നാട്ടിലുള്ള 10 ദിവസം വരെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നേക്കാന്നൊരു സലാഹ്, ഒരു ഉപദേശവും കൊടുത്തു. അത് കേട്ടതോടുകൂടി കംസൻ മൂഢഃ പരപ്രത്യേനേ ബുദ്ധിഃ, മൂഢന് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല, ഉടനെ കുട്ടികളെ കൊല്ലാൻ പുറപ്പെട്ടു എന്ന് പറയണം. നോക്കിക്കോളാം. പ്രഗേ പുനരഗാത്മജാ വചനമീരിതോ ബുഭുജ പ്രലംബഭഗപൂതന പ്രമഗദാനവാമാനിനഃ ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാഃ കുമാരകവിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പ്രഗേ പുനഃ അഗാത്മജാ വചനം ഈരിതാ ബുഭുജ പ്രലംബഭഗപൂതന പ്രമുഖദാനവാഃ മാനിനഃ ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമുഃ നിർഭയാഃ എഴുന്നേറ്റു. പുനഃ വീണ്ടും അഗാത്മജാവചനം, അഗാത്മജ പർവ്വതപുത്രി, ഇവിടെ നമുക്ക് മായാദേവി, ആ മായാദേവിയുടെ വചനം, വചനത്തിനെ ഭൂഭുജായിരിത, ഭൂബുക്ക് ഭൂമിയെ ഭരിക്കുന്നവൻ കംസൻ, ഭൂഭുജ കംസ മഹാരാജാവിനാൽ ഈരിതാഹ പറയപ്പെട്ടവരായി. സദസ്സിൽ വന്ന് ഈ കാര്യമൊക്കെ അങ്ങനെ തന്നെ വള്ളി പുള്ളി വിടാതെ കംസൻ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു. അങ്ങനെ ആ ഭൂഭുജ പറഞ്ഞത് അഗാത്മജ പറഞ്ഞ വാക്കിനെ കൂടിയും ചേർത്ത് അങ്ങയുടെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നുള്ള വർത്തമാനവും പറഞ്ഞാണ് ദേവി ആകാശത്തിലേക്ക് പോയത് എന്നും ഭൂഭുജ ഈരിതാഹ രാജാവിനാൽ പറയപ്പെട്ടപ്പോൾ, രാജാവ് ഇതൊക്കെ പറഞ്ഞപ്പോ ഈരിത കഥപ്രത്യം എന്ത് ചെയ്തു? പ്രലംബ ഭഗപൂതന പ്രമുഖ ദാനവാഹ, അവരെങ്ങനെയുള്ളവരാണ്? മാനിനഹ, ദുരഭിമാനികളാണ്. ദുരഭിമാനികളായ പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയതായ അസുരന്മാർ എന്ത് ചെയ്തു? ഹേ ഗുരുവായൂരപ്പ, ഭവൻ നിധനകാമ്യയ, അങ്ങയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരായിട്ട് കുമാരക വിമാരകാഹ, നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ കൊന്നുകളയാം എന്ന് കൊന്നുകൊണ്ട് നിർഭയാഹ ഭയം കൂടാതെ ജഗതി ലോകത്തിൽ
ബഭ്രമുഹു ചുറ്റി നടന്നു. ഭഗവാനെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും കൊല്ലാമെന്ന് തീരുമാനിച്ച് ഭയമില്ലാതെ ചുറ്റി നടന്നു. എന്നിട്ട് സമർത്ഥിക്കുകയാണ്, നിഷ്കൃപൈഹി ദുഷ്കരം കിമിവ. ദയയില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് എന്താണുള്ളത്? ദയയില്ലാത്തത് കൊണ്ടാണ് അവര് നാട്ടിലെ കുട്ടികളെ മുഴുവൻ കൊല്ലാന്ന് തീരുമാനിച്ചത് എന്ന് ഒരു സമർത്ഥനം. അതായത് സമർത്ഥനം ഒരുതരം അലങ്കാരമാണത്. അതായത് എന്തിനെങ്കിലും പറഞ്ഞ് സമർത്ഥിക്കുക അല്ലെ. ദുഷ്കരം കിം മഹാത്മനാം എന്ന് പറയാറുണ്ട്. മഹാത്മാക്കൾക്ക് ദുഷ്കരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? മഹാന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അതിനെ ഒരു തത്വം കൊണ്ട് നമുക്ക് പറഞ്ഞു തരണം. ഇതൊരു സാമാന്യ തത്വം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഹനുമാൻ അബ്ദിമതരത്. ഹനുമാൻ സമുദ്രത്തെ മറികടന്നില്ലേ? മഹാന്മാർക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് എന്നാ. ഇവിടെ എന്താ പറഞ്ഞത്? ഭവന്നിധനകാമ്യയ ജഗതി ബഭ്രമുഹു. അങ്ങയെ കൊല്ലാൻ വേണ്ടി ലോകത്തിൽ ചുറ്റി കുമാരക വിമാരകാഹ. കുട്ടികളെ കൊന്നുകൊണ്ട് ലോകത്തിൽ നടന്നു എന്ന്. ദുഷ്ടന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് സമർത്ഥിച്ചതാ. ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ കാണിച്ചു എന്ന. പ്രഭാതത്തില് കംസൻ തന്റെ സദസ്സിൽ പറഞ്ഞ് എല്ലാവരോടുമായിട്ട് തന്റെ ആ തലേ ദിവസം നടന്ന സംഭവങ്ങൾ മുഴുവൻ വ്യക്തമാക്കി പറഞ്ഞപ്പോൾ ദുരഭിമാനികളായിരുന്ന പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയവര് ഭഗവാനെ കൊല്ലാനുള്ള ആഗ്രഹം നിമിത്തം ലോകത്തിലുള്ള കുട്ടികളെ മുഴുവൻ കൊന്നുകൊണ്ട് ലോകത്തിൽ കറങ്ങി നടന്നു. ദുഷ്ടന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് എന്തുണ്ട് എന്ന് സമർത്ഥിച്ചു. പുനഃ പ്രഗേ. പ്രഗേ എന്ന് പറഞ്ഞ പ്രഭാതത്തിൽ നമ്മള് ഗജേന്ദ്രമോക്ഷം പഠിച്ചപ്പോ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് ആരാണോ ഗജേന്ദ്രമോക്ഷം, അല്ലെങ്കിൽ ആ പർവ്വതത്തിനെ, അല്ലെങ്കിൽ അവിടുത്തെ ആനയെ, അതല്ലെങ്കിൽ അങ്ങയുടെ സ്വരൂപത്തെ വർണ്ണിക്കുന്നത്, അവർക്ക് എല്ലാ തരത്തിലും മുക്തി എന്ന് പറഞ്ഞിച്ചു. പ്രഗേ എന്നുള്ള വാക്കിന് ഓർമ്മ വയ്ക്കാൻ പ്രഭാതത്തിൽ. ബുഭുജായീരിതാഹ മാനിനഃ ഫലം പ്രലംബ ഭഗപൂതന പ്രമുഖ ദാനവാഹ ഭവന്നിധന കാമ്യയ കുമാരക വിമാരകാഹ നിർഭയാഹ ജഗതി ബഭ്രമുഹു നിഷ്കൃപൈ കിമിവ ദുഷ്കരം. എട്ടാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തദ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദ പ്രിയാ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യവനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. തദഃ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലമാകുലം ഗോകുലം. ഇവിടെ എന്തുണ്ടായി? സകലം ഗോകുലം മുദാ ആകുലം. ഇതാണ് പറഞ്ഞു. ഗോകുലം മുഴുവൻ സന്തോഷപൂരിതമായി എന്നാണ്. എപ്പോഴാണ്? അതാണ് അഹോ കിമു വദാമി. ഞാൻ എന്ത് പറയട്ടെ? ഗോകുലമാകെ സന്തോഷത്തിൽ എന്നാണ് പറഞ്ഞത്. തദഃ അനന്തരം പശുപമന്ദിരെ, ആ നന്ദഗോപഗൃഹത്തിൽ, ഹേ മുകുന്ദ, അല്ലയോ മോക്ഷം നൽകാൻ പറ്റുന്ന ഭഗവാനെ, ത്വയി അങ്ങ് നന്ദപ്രിയാ പ്രസൂതി ശയനേശയേ യശോദയുടെ പ്രസവമെത്തയിൽ കിടന്നുകൊണ്ട്, എന്തോ നന്ദപ്രിയ, നന്ദപ്രിയയുടെ, യശോദയുടെ, അതെങ്ങനെ? പ്രസൂതി ശയനേ, ആ പ്രസവ തൽപ്പത്തിൽ, ശയേ കിടന്നുകൊണ്ട്, കിഞ്ചിത് അല്പം, അഞ്ജത്പദേ കാല് കുടഞ്ഞുകൊണ്ട്, രുവതി സതി കരഞ്ഞപ്പോൾ. സതിസപ്തമിയാണ് പ്രയോഗിച്ചത്. ഹേ മുകുന്ദ തദഃ
ത്വയി പശുപമന്ദിരേ നന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ കിഞ്ചിൽ അഞ്ചപ്പതേരുവതി. അല്ലയോ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ എന്നല്ല പറഞ്ഞ്, മോക്ഷം നൽകുന്ന ഭഗവാനെ മുകുന്ദ എന്നാണ് വിളിച്ചത്. അങ്ങ് ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ നന്ദപ്രിയയായ യശോദയുടെ പ്രസവതൽപ്പത്തിൽ കിടന്നുകൊണ്ട് അല്പം കാലിളക്കി കരഞ്ഞപ്പോൾ വനിതാജനൈഹി വിബുദ്ധ്യ, കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ വേഗം ഉണർന്ന് തനയ സംഭവേ ഘോഷിതേ, പുത്രൻ ജനിച്ചു എന്നുള്ള വിധം ആ പുത്ര സംഭവത്തെ ഘോഷിച്ചപ്പോൾ, അതായത് അവരെല്ലാവരും കൂടെ ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതായ ആ വിവരം അറിയിച്ചപ്പോൾ, അഹോ ആശ്ചര്യം, കിമു വദാമി, എന്ത് ഞാൻ പറയട്ടെ, എന്താ ഞാൻ പറയേണ്ടത്, സകലം ഗോകുലം മുതാ ആകുലം, ഗോകുലം മുഴുവൻ സന്തോഷ തിമിർപ്പിലായിട്ടോന്ന്. ഇതാണ് പറഞ്ഞത്. ഹേ മുകുന്ദ, ഗുരുവായൂരപ്പനായി അങ്ങ് ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ നന്ദപത്നിയായ യശോദയുടെ പ്രസവ തൽപ്പത്തിൽ കിടന്നുകൊണ്ട് പതുക്കെ കാലിളക്കി കരഞ്ഞപ്പോൾ ഉറക്കമെഴുന്നേറ്റതായ വനിതാജനങ്ങളാൽ പുത്രജനനത്തെ കുറിച്ചുള്ള ഘോഷണം ഉണ്ടായപ്പോൾ എന്ത് പറയട്ടെ, ആ ഗോകുലം മുഴുവൻ സന്തോഷപൂരിതമായി. ഇതാണ് ആശയം. മുകുന്ദ തദഹ ത്വയി പശുപമന്ദിരേ നന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ കിഞ്ചിത് അഞ്ചത്പതേരുവതി വനിതാജനൈഹി വിബുദ്ധ്യ തനയ സംഭവേ ഘോഷിതേ അഹോ കിമു വദാമി സകലം ഗോകുലം മുദാ ആകുലം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിവന്ദ്യാദൃശ പുനസ്തനഭരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാഃ. ജഗതി പുണ്യവന്തഃ ജിതാഃ, ലോകത്തിൽ പുണ്യവാന്മാരെ മുഴുവൻ ജയിച്ചിരിക്കുകയാണ് യശോദ. യശോദയാ ജഗതി പുണ്യവന്തഃ ജിതാഃ എന്നാണ്. ലോകത്തിൽ പുണ്യം ചെയ്തവരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ യശോദയാണ് ഫസ്റ്റ്. അതാണ് പറയുന്നത്. യശോദയാൽ ലോകത്തിലുള്ള പുണ്യവാന്മാർ മുഴുവൻ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരുടെയൊക്കെ മുൻപന്തിയിൽ കയറി നിൽക്കുന്നത് യശോദയാണെന്ന് എന്ന് കവി മനസ്സിൽ കണ്ടുകൊണ്ട് പറയാണ്. എന്താ കാര്യം? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികേ പ്രഥമം ആപിബന്ധ്യ ദൃശ പുനഃ സ്തനഭരം നിജം സപദി പായയന്ത്യ മുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തഃ ജിതാഃ. അഹോ ആശ്ചര്യം, അഹോ ഖലു എന്നും കൂടി പറഞ്ഞു. ആശ്ചര്യാട്ടോ എന്ന്, ആശ്ചര്യമത്രേ എന്ന്, അതാണ് പറഞ്ഞത്. എന്താണ് ആശ്ചര്യം? നവകളായ ചേതോഹരം ഭവന്തം. നവം പുതിയത്, കളായം കായാമ്പു. നവകളായ ചേതോഹരം പുതിയ കായാമ്പു പോലെ മനോഹരമായ ഭവന്തം അങ്ങയെ, ഗുരുവായൂരപ്പ അങ്ങയെ പ്രഥമം ആദ്യമായിട്ട് അന്തികേ തന്റെ അടുത്ത് ദൃശാലമാഭിബന്ധ്യ കണ്ണോണ്ട് അങ്ങടെ മതി വരുവോളം നുകർന്നെടുത്തു. കുട്ടിയെ മതി വരുവോളം കണ്ണുകൊണ്ട് പാനം ചെയ്തു ആദ്യം. എന്നിട്ട് എന്ത് ചെയ്തു? പുനഃ വീണ്ടും സപതി പെട്ടെന്ന് തന്നെ മുദാ നിജം സ്തനപരം പായയന്ത്യ സന്തോഷത്തോടു കൂടി തന്റെ സ്തനത്തെ നൽകുകയും ചെയ്തു, കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മനോഹര തനുസ്പൃശ, ഭഗവാന്റെ മനോഹരമായ ശരീരത്തിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്പർശിച്ചു തലോടുകയും ചെയ്തു. അങ്ങനെയുള്ളതായ ആ യശോദയാൽ
ജഗതി പുണ്യവന്തഹ ജിതാഹ, ലോകത്തിൽ പുണ്യം ചെയ്തവരെല്ലാം പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും അവൾ ജയിച്ചു നിൽക്കുന്നു എന്നർത്ഥം. എന്തൊക്കെ കാരണം? ഭഗവാനെ കണ്ണുകൊണ്ട് നുകർന്നു, തന്റെ സ്തനഭാരം കൊടുത്ത് കുടിപ്പിച്ചു, കൈ കൊണ്ട് തലോടി, അല്ലേ? ദർശനം ഉണ്ടായി, സ്പർശനം ഉണ്ടായി, ആലാപം ഉണ്ടായില്ല. അതിന് പകരം തന്റെ സ്തനഭാരം കൊടുത്ത് കുടിപ്പിച്ചു. ഇതൊക്കെ ചെയ്ത യശോദ പുണ്യവാന്മാരെ മുഴുവൻ തോൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. അത് ഭഗവാൻ ഈ ഭട്ടതിരിയുടെ ഒരു ഭാവനയാണത്. ഇനി അപ്പോടെ അന്വയം അഹോ ഖലു നവകളായ ചേതോഹരം ഭവന്തം പ്രഥമം അന്തികേ ദൃശാ അലം ആപിബന്ധ്യ പുനഃ സപതി മുദാ നിജം സ്തനഭരം പായയന്ത്യ. ഒക്കെ തൃതീയാണ് കേട്ടോ. മനോഹര സ്തനുസ്പൃശ യശോദയാ ജഗതി പുണ്യവന്തഃ ജിതാഃ. യശോദയാ ജഗതി പുണ്യവന്തഃ ജിതാഃ. യശോദയാൽ ലോകത്തിൽ പുണ്യവാന്മാർ ജയിക്കപ്പെട്ടു എന്നുവെച്ചാൽ പുണ്യവാന്മാരെ തോൽപ്പിച്ചു എന്നർത്ഥം. അപ്പൊ അത് പ്രയോഗം മാറ്റുമ്പോ യശോദ ജഗതി പുണ്യവതഃ, അല്ലെ? പുണ്യവാന്മാരെ ജിതവതി എന്ന് വരും. എന്താണ്? അഹോ ഖലു നവകളായ ചേതോഹരം ഭവന്തം പ്രഥമം അന്തികേ ദൃശാ അലം ആവിബന്ധ്യ പുനഃ സപതി മുദാ നിജം സ്തനഭരം പായയന്ത്യ മനോഹര തനുസ്പൃശ യശോദയാ ജഗതി പുണ്യവന്തഃ ജിതാഃ. ഇനി അടുത്ത ശ്ലോകം പറയാണ്, ക്ഷമമുണ്ടാകാൻ വേണ്ടി ദ്വിജകുലായ ബ്രാഹ്മണകുലത്തിൽപ്പെട്ടവർക്ക് കിംന അതദാത്, എന്ത് തന്നെ ദാനം ചെയ്തില്ല, എല്ലാം ദാനം ചെയ്തു എന്നർത്ഥം. തഥായേവ, അതേപോലെ തന്നെ പശുപാലകാഹ, ആ ഗോപന്മാർ കിമു മംഗളന്ന തേനിരെ, എന്തെല്ലാം സത്കർമ്മങ്ങളാണ് ചെയ്തത്, എന്ത് മംഗളകർമ്മങ്ങളാണ് ചെയ്യാതിരുന്നത്, എല്ലാ മംഗളകർമ്മങ്ങളും ചെയ്തു. ജഗത്ഹൃദയ മംഗള, മൂന്ന് ലോകത്തിലും മംഗളം നൽകുന്ന ഭഗവാനെ, ത്വമിഹ, അങ്ങിവിടെ, മാം, എന്നെ, ആമയാത് പാഹി, രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ്. ആമയം രോഗം, രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാത്തിലും കിന്നാദാത് കിമു മംഗളം നതേനിരെ എന്ന് പറയാണ്. അവരെന്ത് തന്നെ കൊടുത്തില്ല, അവരെന്ത് സത്കർമ്മങ്ങൾ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്തു എന്നർത്ഥം. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാഷയായിട്ട് പ്രയോഗിച്ചു. സഹ നന്ദഗോപഃ ഖലു തദാ പ്രമോദഭര സങ്കുലഃ ഭവത്കുശല കാമ്യയ ദ്വിജകുലായ കിം ന അദദാത്. ആ നന്ദഗോപനാകട്ടെ അപ്പോൾ സന്തോഷപൂരിതനായി, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാതിരുന്നത്? തഥായേവ, അതുപോലെ തന്നെ പശുപാലകാഹ, ആ ഗോപന്മാര് കിമു മംഗളന്നതേനിരെ, ഏത് സത്കർമ്മങ്ങളാ ചെയ്യാതിരുന്നത്? ജഗത്ഹൃദയ മംഗള, മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ, ത്വമിഹ, അങ്ങ് ഇവിടെ, മാം, എന്നെ, ആമയാത് പാഹി, രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും. അതുകൊണ്ട് പരവശനായ നന്ദഗോപര് ധാരാളം ദാനങ്ങളൊക്കെ നൽകി, ഗോപന്മാരും ധാരാളം സത്കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെ മൂന്ന് ലോകത്തിന് മംഗളം നൽകുന്ന ഭഗവാനെ, അങ്ങനെ രോഗത്തിൽ നിന്നും വിമുക്തനാക്കണേ. സഹ നന്ദഗോപഃ ഖലു തദാ പ്രമോദപര സങ്കുലഃ ഭവത്കുശല കാമ്യയ ദ്വിജകുലായ കിം ന അദദാത്. തദായേവ പശുപാലകാഹ കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിഹ മാം ആമയാത് പാഹി. ഭവത്കുശല കാമ്യയ സഖലു നന്ദഗോപസ്തദാ പ്രമോദപര സങ്കുലോ ദ്വിജകുലായ കിം നാദദാത്. തഥൈവ പശുപാലകാഃ കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയ മംഗള ത്വമിഹ പാഹി മാം ആമയാത്. ഒക്കെ നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളില്
സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അടുത്തത് തൊട്ട് ചെറിയ ചെറിയ ബാലലീലകൾ ആരംഭിക്കാൻ പോവുകയാണ്. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശരൂപനെ വണങ്ങണം, കൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, പദാബ്ജം തന്നിലായി സതതമിച്ചിടുന്നു ഞാൻ, പദാബ്ജം തന്നിലായി സതതമിച്ചിടുന്നു ഞാൻ.